എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ എങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ഞാനിവിടെ നല്ല പഴുത്ത മാങ്ങ ഞാനിവിടെ ചെത്തി വെച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല പുളിയുണ്ട്, മധുരമുണ്ട്. ഇത് വലിയ മാങ്ങ ആയതുകൊണ്ട് ഞാൻ മുറിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ മാങ്ങാപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും എടുക്കേണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന നാട്ടുമാങ്ങ അല്ലെങ്കിൽ പഴമാങ്ങ എന്നൊക്കെ പറയുന്ന ഒരു കുഞ്ഞു മാങ്ങയുണ്ടല്ലോ, അങ്ങനത്തെ മാങ്ങയാണ് എടുക്കേണ്ടത്. അപ്പം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പം അങ്ങനത്തെ മാങ്ങയാകുമ്പോൾ ഇതുപോലെ ചെറിയ പീസൊന്നും ആക്കുമൊന്നും വേണ്ട. ഇത് വേറെ ഏതോ ഒരു മാങ്ങയാണിത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഒരു വലിയൊരു മാങ്ങ, അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉള്ളൊരു മാങ്ങ. അതിനെ ഞാനിങ്ങനെ നല്ല വലിയ പീസായിട്ട് മുറിച്ചിട്ടേക്കാനാണ്. അപ്പോൾ ഞാനിത് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മാങ്ങ നമുക്ക് വേവിച്ചെടുക്കണം. മാങ്ങ വേവിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് 1/4 ടീസ്പൂൺ മുളക് പൊടി, നല്ല അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ ഇട്ടത്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം, മാങ്ങ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം. ഇനി ഈ മാങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. മാങ്ങ സ്റ്റൗവിൽ വേകാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. വെള്ളം വറ്റുമ്പോഴത്തേക്ക് ഈ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ മാങ്ങ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നതാണ്. ഇനി ഇതിലൊരു അരപ്പുണ്ടാക്കണം. അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ എടുക്കണേണ്. ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണിത്. ഇതിൻ്റെ അകത്തോട്ട് ഒരു നുള്ളി ജീരകം, ഈ ചെറിയ ജീരകമാണ്. ഇനി 2 ചെറിയ ഉള്ളി, ഒരു ചെറിയ വെളുത്തുള്ളി, കുറച്ച് വെള്ളം ഒഴിക്കുക. ഇത് തേങ്ങ അരയാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് തൈരാണ്. കുറച്ച് തൈരും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നുണ്ട് ഈ അരയ്ക്കുന്ന തേങ്ങയ്ക്കകത്തോട്ട്. അപ്പോൾ ഇത് അടിക്കുമ്പോൾ എന്തായാലും വെള്ളമായിട്ട് വരുമല്ലോ. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം. അപ്പോൾ ഞാൻ കുറച്ച് തൈര് ഇട്ടിട്ടുണ്ട്. അപ്പോൾ തൈര് ഇനിയും വേണം. അപ്പോൾ ആദ്യം ഈ തേങ്ങ അരച്ചിട്ട് ബാക്കി ഇങ്ങോട്ട് തൈര് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ തേങ്ങ ചേർക്കാം. ഇപ്പോൾ ഞാൻ ആ തേങ്ങ നല്ല ഫൈനായിട്ടാണ് അരച്ചേക്കുന്നത്, അത് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ കുറച്ച് തൈര് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൈര് കുറച്ച് കുറവാണ്. അപ്പോൾ കുറച്ചും കൂടെ ഞാൻ തൈര് ഒന്നും കൂടെ അടിച്ചെടുക്കണേന്. അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ബൗളിൽ തന്നെ കുറച്ചും കൂടെ തൈര് ഇട്ടിട്ട് തൈര് തന്നെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണേന്. അപ്പോൾ തൈര് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ഒഴിക്കേണ്ടത്തേക്ക്. ഇനി ബൗളൊന്ന് കഴുകി ഒഴിക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർക്കണേണ്. അപ്പോൾ ആദ്യമേ ഞാൻ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ കറിക്കും കൂടെയുള്ള ഉപ്പ് വേണം. ഇപ്പോൾ ഈ കറിക്ക് ഒരു മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഇതിന് ഞാനൊരു ഇതിൻ്റെ അകത്തൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കണേണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ കുറച്ചും കൂടെ മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനി കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞു പോകുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. ഇത് ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചൂടാവുന്നത്. ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ചട്ടിയിൽ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ മാങ്ങക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ എനിക്ക് ഈ കറിക്ക് കുറച്ച് എരിവ് കുറവായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ 2 പച്ചമുളകും കൂടെ ചേർക്കണേണ് ഇതിൻ്റെ അകത്ത്. ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ പതഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ടുണ്ട്. ഇത് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിനൊന്ന് വറുത്തിടണം. ഇനി വറുത്തിടാൻ വേണ്ടിയിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. അതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂണൊന്നും ഇല്ല അത്രയും കടുക്. എണ്ണയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. അപ്പോൾ ഒരു ഉള്ളി, ഒരു വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇനി ഇത് ഈ കറിയിലേക്ക് ഒഴിക്കാം. വെച്ചിട്ട് ഇളക്കിയിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുക.
അപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പം ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.